അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ന്യൂസിന് ആകെ വട്ടായി പോയിക്കണതാ തോന്നുന്നു കേട്ടോ. ആകെ വട്ടായി എന്ന് പറഞ്ഞാൽ ആകെ വട്ടായിക്കണ്. ഇത് എത്രയോ കൊല്ലം മുമ്പ്, എത്രയോ കാലമായി മുമ്പ് മരണപ്പെട്ടു പോയിട്ട് തന്നെ. എന്നിട്ട് എത്രയോ കൊല്ലം മുമ്പ് AP ഉസ്താദ് സന്ദർശിച്ച ഒരു വീഡിയോ, ഒരു ഫോട്ടോ എടുത്ത് കാണാൻ വിട്ടുക്കണം. ഇനി വീഡിയോ ഉണ്ടായിക്കോട്ടെ, മണിക്കൂറുകൾ ഇരിക്കണ്ട നൗഷാദേ, അവിടെ മാസങ്ങൾ താമസിക്കട്ടെ. എന്നാ ഇപ്പം ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതെന്തേ കരുതി ഇതിങ്ങോട്ട് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇതാ ഒക്കെപ്പാടെ കാട്ടുകളുടെ ഒപ്പം കൂടുന്ന ചെങ്ങായി എല്ലാവരും ചോറ് വയ്ക്കണവരാണ്, എൻ്റെ മാതിരി തീട്ടം തിന്നണോലല്ല. അത് മനസ്സിലാക്കണം. ഇതെന്താ കരുതിയത്? ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുന്ന ഫസ്റ്റ് ഡോസ് എന്തത്ത് ഫസ്റ്റ് ഡോസ് അതിലുള്ള ചങ്ങായി. ഈ സുലൈമാൻ എന്ന് പറഞ്ഞ ഈ ആളെടുത്ത് പോയിട്ട് AP ഉസ്താദ് ഇരിക്കണേ ഈ ഒരു രംഗമാണ് ഇപ്പോൾ ഈ പറയണത്. അത് ഭയങ്കര രസമുണ്ട് ഈ പറയണതിൽ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പിന്നെ AP ഉസ്താദ് ഈ മർക്കസൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മുതലാളിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാശുണ്ടാക്കിയിട്ട് തന്നെയാണ് നടത്തുന്നത്. ഇതുപോലെ ഈ സുലൈമാൻ സാഹിബ് പറഞ്ഞ ഇയാൾ ഭയങ്കര സമ്പന്നനായിരുന്നു ഒത്തിരി, കണ്ടമാനം ഭൂമിയുള്ള ആളായിരുന്നു ഒത്തിരി. അപ്പോൾ ഇയാൾ മർക്കസിനൊക്കെ എന്തോ തരാമെന്നും പറഞ്ഞു എന്നാണ് ഞാൻ എൻ്റെ കേട്ടുകേൾവി. അങ്ങനെയാണ് ഉസ്താദ് ഇയാളുമായി കൊണ്ട് സന്ദർശിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടിയൊരു വിവരം. ഇയാളടുത്ത് അതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സന്ദർശനം. പിന്നെ മാത്രമല്ല, AP ഉസ്താദ് ഇരിക്കൽ കൊണ്ട് ആ ത്വരീക്കത്തുകാരനായി എന്നുള്ളതാണോ? ഒരാളെടുത്ത് പോയാണ്ട് AP ഉസ്താദ് ഇരുന്ന അയാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ത്വരീക്കത്തുകാരനായി എന്നാ? ഇവിടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കാന്തപുര ഉസ്താദ് മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് പോയിരുന്നു. അതെഴുതിയിട്ട് മൻമോഹൻ സിംഗിൻ്റെ ഇതായി എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ നരേന്ദ്രമോദിയോടൊപ്പം ഉണ്ടായി. അതെഴുതി നരേന്ദ്രമോദിൻ്റെ ആളെന്ന ഈ ചെങ്ങായി ഒരു പൊട്ടൻ തന്നെ ഇടാം. അത്യാവശ്യം തൻ്റെ ഇടം വിവരമുള്ള ചെങ്ങായിയാണ് നമ്മളൊക്കെ കരുതിയിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ഒരു ഒലക്കിയില്ല, ഒന്നുമില്ല. എന്താ എൻ്റെയൊക്കെ കഥ ഞാൻ ചിന്തിച്ചു നോക്കാം. എന്താ അപ്പജി പറയണേ? ഈ സുലൈമാൻ എന്ന് പറഞ്ഞ ആളെ സംബന്ധിച്ച് ഷംസുലുലമ EK ഉസ്താദ് എന്താ പറഞ്ഞതെന്ന് കേട്ടുക്കണോ? ഷംസുലുലമ EK ഉസ്താദ് പറഞ്ഞു കേട്ടുക്കണോ? ഷംസുലുലമ EK ഉസ്താദും അതിനെ സംബന്ധിച്ചൊരു പാട് പറയുന്നുണ്ട്. ഏതായാലും ഇജ് ഒന്ന് പറയാം, എൻ്റെ സുലൈമാൻ്റെ കാര്യം ചെന്ന് പറയാം. ആരായിരിക്കുന്നത്? സാക്ഷാൽ നിങ്ങളുടെ മുഷാവറയുടെ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് നിങ്ങൾ പറയുന്ന ആൾ. അതിന് സംശയമൊന്നുമില്ല. ഞങ്ങൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ആള് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ടോ നിങ്ങൾ പല പേരുകളിലും വിളിക്കുന്ന സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് കാലഘട്ടത്തിലെ മശായിഖന്മാരെ മുന്നിലിരിക്കുന്നത്. ഇജിപ്പോൾ ഈ കാലഘട്ടത്തിലെ മശായിഖൻ്റെ മുന്നിലിരിക്കുന്ന മശായിഖന്മാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജമ്മെന്താന്ന് എനിക്ക് ഉദ്ദേശിക്കുന്നില്ല. സുലൈമാൻ്റെ മുന്നിലിരിക്കുന്ന കാര്യപ്പം ജി പറയണത്. ഈ സുലൈമാനെ സംബന്ധിച്ച് പിന്നെ ഷംസുലുലമ EK ഉസ്താദിൻ്റെ ആളാണെന്നാണ് പെജ്ജ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഷംസുലുലമ EK ഉസ്താദ് ഇയാളെ സംബന്ധിച്ച് പറഞ്ഞേച്ച് കേട്ടുക്കണോ? ഷംസുലുലമ EK ഉസ്താദ് ഇയാളെ സംബന്ധിച്ച് പറഞ്ഞത് നമ്മളെ കുട്ടിയസം താരിമി പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാതിരിക്കും, എന്നിട്ട് നമുക്ക് എൻ്റെ ബാക്കി കേൾക്കാം. ആ മഹാനവരുടെ കാലത്ത് ആര് വലിയാണ് എന്ന് മഹാനവരുകളാ പറഞ്ഞത്. ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നോ ശൈഖനാ ശംസുലുലമയാണ്. കേട്ടോ കുട്ടിയസം താരിമി പറയണേ, ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നത് ഷംസുലുലമയാണ്. എന്നിട്ട് ഷംസുലുലമ ഈ പറയപ്പെട്ട കള്ളനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വയനാട്ടിലൊരു ഔലിയ മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ഷംസുലുലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില്. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വറക്കാൻ തുടങ്ങി. ഔലിയന്
അവന്ന് വിളിക്കുക. ആരെ വിളിക്കുന്നത്? ശംസുലുലമ. മോനോട് ഇവിടെ വരാൻ പറയുന്നത്. അവന് ശംസുലുലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുന ശംസുലുലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാകെ പറിച്ച ശംസുലുലമയുടെ സിംഹഗർജനമാണ്. താടി ബർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുലുലമ അടിച്ചിറക്കൂ അവനെ. മറിയിൽ ആരാന്റെ കൂട്ടിലെ കോയി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കൂ അവനെ. അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പൊ ഞങ്ങൾ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുസ്ലിം മംഗലല്ല, ചാത്തമംഗലമാണ്. അവിടെയുള്ള ഒരു സ്ഥലത്ത് കൂടാരം കെട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത്. ശംസുലുലമ അടിച്ച് അറക്കൂ അവനെ. ആ പറയപ്പെട്ട മഹാനാണിത് കേട്ടോ. ആര്? ഈ സുലൈമാൻ എന്ന് പറഞ്ഞ മീനങ്ങാടി സുലൈമാൻ എന്ന് പറഞ്ഞ ആള്. ഇനി ബാക്കി പറയാം. ഞാനിവിടെ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഫോട്ടോ കണ്ടുകൊണ്ട് എനിക്കൊന്ന് രണ്ട് കാര്യം പറയാനുമുണ്ട്. ഈ നൗഷോ, എനക്ക് ഒന്ന് രണ്ട് കാര്യം എന്നല്ല പറയാം, എനക്ക് ഒരുപാട് കാര്യം പറയാണ്ടേ. ഇജിത് എന്ന് പറയലെടുത്തിയതാ? ഇജ് കുറേല് പറയലെടുത്തിട്ട് പറയേ. ഇജ് അങ്ങോട്ട് പറഞ്ഞൂടെ? എന്തൊരു കഷ്ടം. എൻ്റെ പറച്ചിലും കാത്തിട്ട് കേട്ടിട്ടല്ലേ ഞങ്ങൾ ഇരിക്കണേ. പറയാ സമയത്ത് ഞാൻ ഓർക്കുന്നത് ഒന്നരായ TMC ഉസ്താദിനെയാണ്. TMC ഉസ്താദ് എന്ന അന്നത്തെ വലിയ പണ്ഡിതൻ, വലിയ പ്രഭാഷകൻ, ആ മഹാനായ പണ്ഡിതനെ ഈ ഹദറത്തുമായി മടവൂർ ശൈഖുനയുടെ നിർദ്ദേശത്തിൽ ബന്ധപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഏതെല്ലാം രൂപത്തിൽ അവരെ ആക്രമിച്ചു, ഏതെല്ലാം ഉപദ്രവങ്ങൾ നടത്തി, ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി. പക്ഷേ ഒന്നും ഭയപ്പെടാതെ ആ തിരുഹദറത്തിൽ പിടിച്ചു നിന്നപ്പോൾ കാമിലായ ഈമാനിൽ മിഹ്റാജിന്റെ രാവിലെ അവർക്ക് വഫാത്താകാനായി. വഫാത്തായപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വന്ന് പത്രക്കാരോട് പറഞ്ഞു, TMC ഉസ്താദ് യഥാർത്ഥ മിഹ്റാജിന് പോയതാണ്. നിങ്ങൾ വിചാരിച്ചുവല്ലേ ഞങ്ങളെ കയ്യിലൊന്നുമില്ല എന്ന്? ഇല്ല, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെ കയ്യിലൊന്നും ഇല്ലെന്നൊന്നും വിചാരിച്ചിട്ടില്ല. നിങ്ങളടുത്തുണ്ടേ, നിങ്ങളടുത്തുള്ള ഇതുപോലത്തെ ഉണ്ട്. അതിനാളെ പറ്റിക്കാണ്ട് ശംസുലുലമ പറഞ്ഞു കേട്ടില്ലേ? ഇതതിന്റെ ഫസ്റ്റ് ഡോസ് ആണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഏതെല്ലാം സ്ഥലങ്ങളിൽ, ഏതെല്ലാം ദിവസങ്ങളിൽ, ഏതെല്ലാം രാത്രികളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളെ മശായിഖന്മാരുടെ ഹദറത്തിൽ വന്നിരുന്നിട്ടുണ്ട്. നിങ്ങളല്ലേ പരിഹസിച്ചത്, നിങ്ങളല്ലേ കുറ്റം പറഞ്ഞത്, നിങ്ങളല്ലേ എപ്പിസോഡുകൾ ഇറക്കിയത്. നൗഷാദെ, കള്ളന്മാർ ഇനിയും പറയും. പിന്നെ മണിക്കൂറുകളോളം ഇരുന്നതുണ്ട്, പിന്നെ ഒരുപാട് സ്ഥലത്ത് കൂടി സഞ്ചരിച്ചതുണ്ട്, ഒരുപാട്. അതൊക്കെ സ്ഥലം കാട്ടി കൊടുക്കാൻ വേണ്ടി പോയിനും ചങ്ങായി. ഇജ് ഏതടുപ്പുന്നാണ് വരുന്നത്? എന്തത്തപ്പം എൻ്റെ കഥ ഇതൊന്ന് ചിന്തിച്ചോക്കാം. ഭൂമി കാട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, മർക്കസിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഭൂമി കാട്ടി കൊടുക്കണ്ട. എന്തത്തപ്പം എൻ്റെ കഥ? ഇജെന്താപ്പം ഈ പറയണത്? എന്താപ്പം എൻ്റെ ലെവല്? ഇജ് കള്ളുടിച്ചിട്ട് കട്ടൻ ചായ ഒന്നല്ലേ കുടിച്ചത്, കള്ളാച്ച് കുടിച്ചത്. അനക്ക് ഇനി ആദ്യമായിട്ട് ഹലാലാക്കി തന്നിക്കണം എൻ്റെ ഷെയ്ഖ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുമേ. ആ മോനെ നൗഷോ അജ്ജ് കുടിച്ചോ, കള്ള് കുടിച്ചോ, അതൊന്നും എനിക്ക് പ്രശ്നമില്ലടാ, അജ്ജ് കുടിച്ചോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവും ചിലപ്പോൾ എൻ്റെ ഷെയ്ഖ്. പൊന്നാര നൗഷാദ്, എനിക്കറിയില്ല എൻ്റെ കാട്ടുകള്ളൻ ഹക്കീം ഹാഫിള് പിന്നെ സ്വപ്നനഗരിയിൽ വന്നിട്ട് പിന്നെ നമ്മളെ ഷെയർ മുബാറക്കിൻ്റെ പള്ളിൻ്റെ വിഷയത്തിന് തറക്കല്ലിടലിൻ്റെ വിഷയത്തിന് വന്നു. അന്ന് അവിടെ സമാപന പ്രാർത്ഥന നടത്തിയത് ആരാ? ഈ ഹാഫിളാണ്, ഈ ഹക്കീം ഹാഫിളാണ് അവിടെ സമാപന ദുആ നടത്തിയത്. ഞങ്ങളെ നേതാക്കന്മാരൊക്കെ അതിൻ്റെ ചുറ്റുവരുണ്ടതിന് പൊന്മൾ ഉസ്താദുണ്ട്, പേരോട് ഉസ്താദുണ്ട്, ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ എല്ലാവരും ഉള്ളിടത്തല്ലേ മൂപ്പര് ദുആ കരഞ്ഞ് അട്ടഹസിച്ച്. ഞാനൊക്കെ വണ്ടിമ കയറാൻ വേണ്ടി നിന്നപ്പോൾ ഇല്ല, അയാളുടെ ദുആ കയ്യട്ടെ, കാരണം ആത്മീയ പ്രാർത്ഥന അതങ്ങോട്ട് കയ്യട്ടെ എന്നുള്ള നിലക്ക് അയാളടുത്ത് ഇരുന്ന് കരഞ്ഞ് കേൾക്കായിരുന്നു, ആമീൻ പറയായിരുന്നു. ഞങ്ങൾ അംഗീകരിച്ചിരുന്നൊരു സമയത്ത് പിന്നെ ഞങ്ങളെ നേതാക്കന്മാർ പരിശോധന നടത്തി നോക്കുമ്പോൾ കള്ളനാണെന്ന് ബോധ്യപ്പെട്ടു. അത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, കള്ളനാണ്, ആൾ കള്ളനാട്ടോ, പോരുത്. അപ്പോൾ നിർത്തി ഞങ്ങൾ. ഇതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാർ ഉസ്താദുമാർ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇയാളെ സംബന്ധിച്ച് ശംസുലുലമ എൻ്റെ ഷെയ്ഖിനെ പറ്റി ശംസുലുലമ പറഞ്ഞപ്പോൾ ഞങ്ങളത് നിർത്തി. ശംസുലുലമ പിന്നെ പറഞ്ഞു, അടിച്ച ആട്ടി ഓടിക്കടാവനെന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങളത് നിർത്തി. ആൾ കള്ളനാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ നിർത്തി. ഇജെന്ത് ചെയ്തു? എൻ്റെ കാട്ടുകള്ളന്മാർ അയാളെന്ത് ചെയ്തു? നിസ്കാരമില്ലാത്ത അസറ് നിസ്കരിച്ചിട്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ശംസുലുലമ പറഞ്ഞു. ശംസുലുലമ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? അങ്ങനത്തെ ആൾക്കാരെ പിടിച്ചു വെച്ച് നിസ്കാരമില്ല എന്ന് പറയുന്നത് പിന്നെ പിടിച്ചു. അതാണ് എനിക്ക് പറ്റിയ കേട്. എന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഡോസാണ്, ഫസ്റ്റ് ഡോസ് തേങ്ങാ പുണ്ണാക്ക നിങ്ങളന്ന് പറഞ്ഞു കരുതിയിട്ട് പോയാൽ മതി, നടക്കുകയില്ല എന്ന്. നിങ്ങൾക്കറിയുമോ, TMC ഉസ്താദിനെ പോലെ മശായിഖന്മാരുടെ ഹലറത്തിൽ പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കള്ളന്മാരെ വേദിക്ക് ആര് പോയാലും ആക്രമിക്കപ്പെടും. ഓരോ ഒഴിവാക്കും, സംഘടനയിൽ നിന്ന് പുറത്താക്കും, അല്ലെന്ന് പുറത്താക്കും, കുടുംബത്തിൽ നിന്ന് പുറത്താക്കും, കണ്ണും ചിരി അടിച്ച് പൊട്ടിച്ചും. കാരണം ഈ ആദ്യ പരിപാടി കാട്ടിക്കൊണ്ട് നടന്നാലും ഓരോ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനിപ്പോൾ എന്താ പ്രശ്നം? ഇതിപ്പോൾ AP ഉസ്താദ് പോയത് ചങ്ങായി അന്നത്തെ കാലഘട്ടത്തിൽ വല്ലതും പേടിച്ച് കാണ്ട് കൊണ്ടുവന്നുള്ള എനിക്ക് പോയതാണ്. അയാളൊരു മുതലാളിയാണ്. മടവൂർ ശൈഖുനയ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ശൈഖുനയെ കാണാൻ പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ദറസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട്. വീട്ടിലേക്ക് കയറരുത് എന്ന് പറഞ്ഞവരുണ്ട്. കുറ്റിപ്പുറം ഭാഗത്തുള്ള ഒരു ഫഖീഹ്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മകൻ ഒരു ദിവസം ശൈഖുനയെ കൊണ്ടുവന്നപ്പോ ഫഖീഹായ വലിയ വാപ്പ അദ്ദേഹം പറഞ്ഞത് ഇത്തരം ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നാണ്. ഈ രൂപത്തിൽ മഹാനരായ ശൈഖുനയെ കുറിച്ച്, അതുപോലെ മഹാനരായ വേങ്ങര കോയപ്പാപ്പ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവരുടെ ദർസിൽ, അവരുടെ ഹദറത്തിൽ പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ദർസിൽ നിന്ന് പുറത്താക്കുന്നു, സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. എന്താണോ അതിന് പിന്നെ ഇത് പ്രയാസം? വീട്ടിൽ നിന്ന് പുറത്താക്കും, കുടുംബത്തിൽ നിന്ന് പുറത്താക്കും, അയലിൽ നിന്ന് പുറത്താക്കും, കാട്ടുകള്ളന്മാരൊപ്പം കൂടിക്കഴിഞ്ഞാൽ അതന്നല്ലേ ശരി. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് അക്രമങ്ങൾ ചെയ്ത നിങ്ങൾ ഇപ്പോഴും അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രൂപത്തിൽ നിങ്ങൾ ജീവിച്ചു. മാത്രമല്ല, മടവൂർ ശൈഖുനയെ ആക്ഷേപിച്ച ഒരു ഫഖീഹ് ഈ കുറ്റിപ്പുറം അടുത്തല്ലേ അയാളുടെ മരണം ലോകം കണ്ടത്. എന്താണ് മരണത്തിന്റെ അവസ്ഥ? എത്രയോ ദിവസം റബ്ബർ പന്ത് പോലെ കട്ടിലിൽ നിന്ന് ഉയർന്നും താഴ്ന്നും കളിച്ച കാഴ്ച കണ്ടവർ അത്ഭുതപ്പെട്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഞാൻ പറഞ്ഞു വരുന്നത്, മശായിഖന്മാരായ ഇജിപ്പോൾ മശായിഖന്മാരായ വലിയ വലിയ ആൾക്കാർ എന്ന് പറയുന്ന ഒക്കെ ജനൈ പറയണേ. ഇത് ആദ്യക്ക് ഈ 2013 മുമ്പ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മശായിഖ് സുൽത്താനുല്ലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഇതുപോലെ ഏറ്റവും വലിയ വലിയാണ്, ഏറ്റവും വലിയ മഹാനാണ്, ഏറ്റവും വലിയ ഫിഖാണ് ഇക്കാലഘട്ടത്തിലെ മുജദ്ദിദ് എന്നാണ് പറഞ്ഞത്. ഇക്കാലഘട്ടത്തിലെ മുജദ്ദിദ് ആവാൻ കഴിവുള്ള ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുൽത്താനുലുലമ കാന്തപുരം ഉസ്താദ് അവറുകൾ വലിയ കറാമത്തിൻ്റെ ഉടമയാണ്, ഷെയ്ഖാണ്, ഔലിയാണ്, മുറബിയാണെന്ന് വെച്ച് പറഞ്ഞിരുന്നു. പിന്നെ കാട്ട് കള്ളൻ്റെ ഒപ്പം കൂടിയപ്പോൾ എന്ത് ചെയ്തു? തിരിച്ചങ്ങോട്ടും പറയുന്നുണ്ട്. എന്താ ഇതിനൊക്കെ മാർഗം? പൊന്നാര നൗഷാദേ, ജീവൻ പോണ്ടേ?